അയ്യപ്പനാണോ? എനിക്ക് എല്ലാ ദൈവങ്ങളും ഇഷ്ടമാണ്, പക്ഷെ എന്റെ ഏറ്റവും ഫേവറേറ്റ് മുത്തപ്പനാണ്. പിന്നെ ഏറ്റവും ഫേവറേറ്റ് ഗോഡസ് എനിക്ക് മൂകാംബിക ദേവിയാണ്. ഈ വീട് എപ്പോഴാ ശരിക്കും പണിതേ? ഈ വീട് പണിത് പാലുകാച്ചില് സെപ്റ്റംബർ 15, 2022 ആയിരുന്നു, മലപ്പുറത്തിന് മുമ്പ്. മുന്നത്തെ വീട് ഇവിടെ തന്നെയായിരുന്നു? അല്ലല്ല, മുന്നത്തെ വീട് വേറൊരു സ്ഥലത്തായിരുന്നു. അവിടെ ഭയങ്കരമായിട്ട് വെള്ളം കയറും. ഇവിടെ പുഴയുടെ അടുത്താണെങ്കിലും വെള്ളം കയറില്ല. ശരി ശരി. അപ്പൊ മറ്റേ പ്രളയമൊക്കെ വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? 2 പ്രാവശ്യം വെള്ളം മുകളിൽ കൂടെ പോയി. ഓ, വീട് ഫുള്ള് മുങ്ങിപ്പോയി. അപ്പൊ പ്രളയമൊക്കെ ഭയങ്കരമായിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണിത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ ആ സമയത്തൊക്കെ? പിന്നെ എന്റെ പുതിയ പ്രളയപ്പടം ഇറങ്ങുന്നു. അപ്പൊ നമുക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിൽ അഭിനയിക്കാൻ എളുപ്പമായിരുന്നോ? അപ്പൊ പ്രളയമൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത നമ്മുടെ കല്ലു പുതിയ വീട് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വെള്ളം കയറില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ നമുക്ക് എന്തായാലും ലിവിംഗ് റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് പോവാം. കല്ലു വീടിന്റെ അകത്തേക്ക് നല്ല, പക്ഷെ എനിക്ക് കല്ലു എന്നാ വരുന്നത്. സോറി, ഞാൻ ഇവിടെ വന്നിട്ട് ദേവു എന്ന് വിളിച്ചോണ്ടിരുന്നു. നമുക്ക് എന്തായാലും ഡോറൊന്ന് അടച്ചേക്കാം. നല്ല വെയിലാ കയറുന്നത്, ഭയങ്കര വെയിലും ചൂടും. നമ്മള് തല്ലി പൊളിക്കായിരുന്നു വാതിൽ. അപ്പം ഇനി നേരെ നമ്മള് കാണുന്നത് ആദ്യം നമ്മുടെ ഇവിടെ വാഷ് ബേസിൻ. ലിവിംഗ് ഏരിയന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഇവിടെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെയും പ്ലാന്റ്സ്, എല്ലായിടത്തും പ്ലാന്റ്സ് ഞങ്ങൾ വെക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതാണ് എന്റെ ഒരു കസ്റ്റമൈസ് കിച്ചൺ. ഞാൻ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിലാണ് ഞങ്ങൾ എല്ലാ കീസ് വെക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പൊ ഇത്തിരി പെട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്, ഡോണ്ട് മൈൻഡ്. ഇതൊക്കെ ഇനി അൺപാക്ക് ചെയ്യാറുണ്ട്. ഇതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് എനിക്കൊരു സീക്രട്ട് ബേസ് ഉണ്ടാക്കാൻ പോണേ. അവിടെ ജസ്റ്റ് ചെയർ വിട്ട് ഇവിടെ ഒരു ഫാനും ഉണ്ട്. എനിക്കും എന്റെ ഫ്രണ്ട്സിനും ടീ പാർട്ടി ഒക്കെ ചെയ്യാം. ഇത് മതിയോ സ്ഥലം? ടീ പാർട്ടി ഇത്രയും മതി. ഇത് എനിക്ക് ഇവിടെ ഇരിക്കാം. അത്ര കുഞ്ഞാളാന്റെ കീബോർഡ് ഒക്കെ വായിക്കോ? സ്ഥലമില്ല ഇവിടെ. പിന്നെ ഇതെന്റെ ടാബ്ലറ്റ്. പിന്നെ ഇവിടെ ദേ കണ്ടോ, ഇതൊക്കെ ആരാ? അതൊക്കെ എന്റെ ടോയ്സ്. ഇവരുടെ പേര് കൊറേ പേരുണ്ട്. പിന്നെ ഇവിടെ ഇത് കണ്ടോ, കൊറേ കീബോർഡ് വായിക്കോ ദേവു? വായിക്കും, പക്ഷെ ഇപ്പം ഷൂട്ടിംഗ് കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ എന്റെ ബുക്സ്, അതുപോലെ എന്റെ ഇത്തിരി കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. വായിച്ചു തരുമോ? എന്തായാലും ഇത്രയും നാൾ അച്ഛന് വിടുന്ന ഡയലോഗ് ഇറക്കായിരുന്നു, പൈസ മൊത്തം തിരിച്ചു കൊടുക്കാനും മര്യാദ വായിച്ചു കേൾപ്പിച്ചോ? ഞാനൊരു സിമ്പിൾ കാര്യം വായിച്ചു. ഞാൻ ഇവിടെ ഇരിക്കും, എന്റെ തല ഇവിടെ കൊള്ളില്ല. ഇത് ഫുള്ള് ദേവിന്റെ ഏരിയ. എനിക്ക് മാത്രമേ കൊച്ചി ടി വി പറയണല്ലേ ഇത് ഞങ്ങളുടെ ഏരിയ എന്ന് പറയണല്ലേ. ഇതിന്റെ ഒരു ഫുൾ പാട്ടുണ്ട്, പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. അതിന്റെ പാട്ടായിട്ട് പാടിയാ മതിയോ? along with me to run, so a needle pulling thread, law or not to follow, so tea a ring with jam and bread that will bring us back to the ഒന്നും മനസ്സിലായില്ലേ? നല്ല അപ്പൊ ഇടക്കിടക്ക് ഞാൻ പാട്ട് പഠിക്കും. കണ്ട് എനിക്ക് ഇവിടെ നിക്കാൻ പറ്റണം. ഞാൻ അപ്പൊ ഇനി ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ നിങ്ങളുടെ ഏരിയ ഇതായിരിക്കും അല്ലേ? നല്ല ചൂടുണ്ടല്ലോ. അച്ഛനോട് ഫാനും സോറി ഫാൻ ഉണ്ട് ഇവിടെ. വേണമെങ്കിൽ ചെറിയൊരു AC ഒക്കെ സെറ്റ് ചെയ്താൽ പിന്നെ ഫുള്ള് ഇവിടെ ചില്ല് ചെയ്യാം. ഇത് ദേവുന്റെ ഏരിയ, ഇതാണ് എന്റെ ഏരിയ. ഇനി നമ്മൾ വരുന്നത് ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. ഫുൾ ഓപ്പൺ ആണ്. ഡൈനിങ് റൂമാണിത്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കിച്ചൺ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കിച്ചൺ ഉണ്ട്. രണ്ടാമത്തെ കിച്ചണും ഉണ്ട്. വെരി ഗുഡ്. നമുക്ക് ആദ്യം ഇങ്ങോട്ട് കിടന്നാലോ? അപ്പൊ ഇതാണ് ദേവുന്റെ ഡൈനിങ് ഏരിയ. നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തത്. ഇപ്പൊ കിച്ചണിൽ എന്താ ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അമ്മയെ 2 ദോശ എന്ന് ഭയങ്കര ഉറക്കെ വിളിച്ച് പറയണ്ട. ഇവിടെ നിന്ന് തന്നെ അമ്മയെ കാണാൻ ദേവുന് അല്ലേ? അമ്മ ജസ്റ്റ് അവിടെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പറയാം, അമ്മ ഒരു ദോശ, ഒരു ഷേക്ക് പറയാം. അപ്പം ഇവിടെയും ഞങ്ങൾ പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിർബന്ധമാണല്ലോ പ്ലാൻസ്. ഇതാണ് അപ്പൊ ഡൈനിങ് ഏരിയ. ചേച്ചി ആ കർട്ടൻ ഒന്ന് ഇത്തിരി വലിക്കോ? ഇതാ ഈ കർട്ടൻ വലിച്ചോളൂ.
ഇതാണ് എന്റെ അമ്മ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ മണ്ടാല പ്ലേറ്റ് വെച്ചു. ഓക്കെ, അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഇത് വെക്കണം എന്ന്. ആ എനിക്കും ഇനി അതൊന്ന് വെച്ചെങ്ങോട്ടെ. ഞാനിത് ഓപ്പൺ ചെയ്യും. ഞാൻ നേരത്തെ കേറിയ ടൈമിൽ ഞാൻ പറഞ്ഞു ദേവുവിനോട് എനിക്ക് ആകെ അസൂയുള്ളൊരു കാര്യം അത് ഈ വ്യൂ ആണ്. ഇപ്പൊ ഡൈനിങ് ഏരിയ എനിക്ക് തോന്നുന്നു ഇത് ഓപ്പൺ ചെയ്ത് ഇട്ടാൽ തന്നെ നല്ല കാച്ചൊക്കെ കൊണ്ടിരുന്നു. ഡൈനിങ് ഏരിയയും കിച്ചണും നമുക്ക് കാണാൻ പറ്റും. പിന്നെ മരത്തില് ഞാൻ പറഞ്ഞില്ലേ ഗുജറാത്തിൽ നിന്നുള്ള ബെൽസ്. യെസ് യെസ്, അതാണല്ലേ ആ ബെല്ല് വെച്ചിരിക്കുന്നത്. ഇതാണ് ആ മണമുള്ള മരം എന്ന് പറഞ്ഞത്. യെസ്, മണമുള്ള മരം. മണമുള്ള മരം എന്നാണ് ഇതിന്റെ പേര് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇതിന്റെ പേരറിയോ? സാരില്ല, പിന്നെ ഓർത്തിട്ട് ഞങ്ങൾ പറഞ്ഞു. അച്ഛൻ വരും, അച്ഛനടുത്ത് ചോദിക്കാം നമുക്ക്. ഒരു ഇല വേണോ മണക്കാൻ? മണക്കോ? ഓക്കെ, നല്ല മണമാണോന്ന് ഞാൻ ആദ്യം നോക്കട്ടെ. നല്ല മണം എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ മണം നോക്കട്ടെ. കൈ എത്തോ? മണമില്ലേ? ഇതിന് മണം. അയ്യോ, ഇത് പകുതിയെ ഞാൻ പറിച്ചേ. ഇതിന് മണമില്ല കൈ. ഇതാണോ? ഞാൻ പറിച്ചു തരാം. അയ്യോ, ഇതിനുണ്ട്. ഇതിനുണ്ട്. പക്ഷെ ഇതെന്തോ സ്പൈസസ്. കറുകപ്പട്ട. അതാ ഞാൻ സ്പൈസസിന്റെ എന്തോ സ്മെല്ല് എനിക്ക് തോന്നി. ഇതാണെന്ന് തോന്നുന്നു കറുകപ്പട്ട. ഇതാണ് കറുകപ്പട്ട. പിന്നെ ഇവിടെ ഞാൻ എന്റെ ഒരു കുഞ്ഞ് എക്സസൈസിങ് ബാർ ഉണ്ടാക്കി. എങ്ങനെ എക്സസൈസ്? ഇവിടെ ജസ്റ്റ് ഒരു മരത്തിന്റെ ഇതുണ്ട്. ഞാൻ ഇതിൽ തൂങ്ങിട്ട് ഒന്നുകൂടെ കാണിക്കോ. ഇതാണ് ദേവ് കുരങ്ങന്റെ ചെറിയ ചെറിയ കുരുത്തക്കേട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരാം. നമുക്കിപ്പോ കുറച്ച് വെയിലുണ്ട്, അപ്പൊ ദേവ് കുറച്ച് കഴിയുമ്പോ കൊണ്ടുവരും. ഇവിടെ ഒരു ഷട്ടർ ഉണ്ട്. ഷട്ടറോ? ഷട്ടർ കാണണോ? വാ, ഉള്ളിൽ കയറാം. ഇത് അടച്ചു കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇതിനൊരു റിമോട്ട് ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിത് താഴ്ത്താം. നോക്കിക്കോളൂ. അല്ലോ, സോറി, ബട്ടൺ ഓൺ ആക്കട്ടെ. ഷട്ടർ. ഇനി നമുക്കിത് മുകളിലേക്ക് കയറ്റാം. ഇനി ഇത് മുകളിലെത്തി തന്നെ കൊള്ളാലോ സാധനം. അതായത് വീടിന്റെ അകത്തേക്ക് ആരും കേറ്റില്ല. അപ്പം വീട്ടിലൊക്കെ ഞങ്ങള് ഇത് താഴ്ത്തിയിടും. അപ്പൊ നല്ല കാറ്റും കേറും. എന്നാ നമുക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ അകത്തേക്കുള്ള വിശേഷം. അപ്പം നമുക്ക് ഇവിടെ ഇത് അടച്ചിട്ടാലോ? അയ്യോ, മറന്നുപോയി. സൂക്ഷിച്ച്. ചേച്ചി തന്നെ ചെയ്തോ. ലാസ്റ്റ് അമ്മ നമ്മളെ രണ്ടുപേരും ഇവിടെ നിന്ന് ഓടിക്കും. അതിന് അമ്മ ഓഫീസിലല്ലേ, പിന്നെ എങ്ങനെ ഓടിക്കും? ഇത് ഇവിടെ വെക്കാൻ പറഞ്ഞത് അമ്മയല്ലേ ഇങ്ങനത്തെ സാധനം. അത് പൊട്ടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവിടെ ഇരിക്കുന്ന ഞാൻ പോയി ഫാൻ. വളരെ നല്ല തീരുമാനം. നല്ല ചൂടുണ്ട്. ഒരു മിനിറ്റ് ഓണാകട്ടെ. ബായിരുന്നു. ഇവിടെ മീൻ പിടിക്കാറൊക്കെ ഉണ്ടാ? എന്റെ അച്ഛനും ഞാനും അതുപോലെ ഞങ്ങളുടെ നെയ്ബേഴ്സ് ഒക്കെ പോയി വലയിടും, മീൻ പിടിക്കും. എന്നിട്ട് ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്. വരുന്നവര് കണ്ടിട്ടുണ്ടാവല്ലോ. അവിടെയല്ലേ? കണ്ട് പരുന്തറാഞ്ചി എന്നാണ് ഐലൻഡിന്റെ പേര്. അപ്പൊ അവിടെ പോയി ഞങ്ങള് മീനൊക്കെ വെട്ടി ക്ലീൻ ആക്കി ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ? അതിന് മസാല ഒക്കെ പുരട്ടി പൊള്ളിക്കും. പക്ഷെ ഞാൻ മീൻ അങ്ങനെ കഴിക്കാറില്ല. എന്റെ അച്ഛനും അമ്മയും കഴിക്കുന്നത് ഞാൻ ആസ്വദിച്ചു. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഓക്കെ, അപ്പൊ ഞണ്ടാണ് ഏറ്റവും ഇഷ്ടം. യെസ്, ഞണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കഴിക്കാൻ ഭയങ്കര പാടല്ലേ? സിമ്പിളാ. എന്റെ കുഞ്ഞിക്കൈ വെച്ച് തോണ്ടിയെടുക്കാം. എന്റെ ഞാൻ ഇങ്ങനെ ഞണ്ട് പൊട്ടിക്കുന്നുണ്ട്. എന്റെ ഈ പല്ല് ആടുമായിരുന്നു. അല്ല, ഈ പല്ലല്ല, ഇതിലേതോ അവിടെ പല്ലില്ല ഇപ്പൊ. ഈ പല്ല. അപ്പം ഈ പല്ല് ആടുമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ട്രിവാൻഡ്രത്തായിരുന്നു ഞാൻ ആ സമയത്ത്. എൻ്റെ വല്യമ്മയുടെ വീട് ട്രിവാൻഡ്രത്താ. അപ്പം ഞാൻ ആദ്യം തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഹോസ്പിറ്റലിൽ അടച്ചിരിക്കായിരുന്നു. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ക്യൂലിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനായിരുന്നു നെക്സ്റ്റ്. വിളിക്കാൻ വന്നപ്പം തന്നെ ഞാൻ പല്ല് പറിച്ചെടുത്തു. തന്നെ നഴ്സും ഡോക്ടറും എനിക്ക് ആരുടെ സഹായം വേണ്ട എന്റെ പല്ല് പറിക്കാന്ന്. യെസ്, എന്റെ അമ്മൂമ്മ ഭയങ്കര നല്ല കുക്കാണ്. നല്ല ഫുഡ്. അമ്മൂമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ഞണ്ട് കറിയാണോ? നന്നായിട്ട് ഉണ്ടാക്കും. പിന്നെ എന്റെ അമ്മ ടോർട്ടില ഉണ്ടാക്കും. ടോർട്ടില റാപ്പ്. അമ്മയും അമ്മൂമ്മയുമാണ് കുക്കിംഗ്.
അപ്പൊ ഞാനും ഇടയ്ക്ക് ബേക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ. കേക്ക് വെക്കാൻ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അറിയോ? എനിക്ക് ഇപ്പൊ ഒന്നും ഉണ്ടാക്കണ്ട, ഇപ്പൊ അതൊന്നും പോയി ചെയ്യണ്ട, സമയാവട്ടെ. അവിടെ എത്തി നിക്കാറാവുമ്പോഴേക്കും നമുക്ക് കുക്ക് ചെയ്യാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി കിച്ചണിലേക്ക് പോയാലോ? കിച്ചണിന് മുമ്പ് നമുക്ക് പൂജാമുറി ഉണ്ട്. സോറി മാഡം. ഇനി നമുക്ക് ഫാൻ ഓഫ് ചെയ്താലോ? യെസ്, എന്റെ കുറച്ചു നേരം നല്ല ആശ്വാസം കിട്ടി ഫാൻ ഇട്ടപ്പോ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഇനി നമ്മുടെ പൂജാമുറി. അവിടെ ഒരു ഗണപതിനെ വെച്ചിട്ടുണ്ടല്ലേ? ഇവിടെ ഒരു ഗണപതിനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് കട്ട് ചെയ്യാമോ? ആ ഡോറൊന്ന് അടയ്ക്കണം. അങ്ങനെ അത് വരില്ലല്ലോ അല്ലേ? ഓക്കെ, ആക്ഷൻ. അപ്പൊ അവിടെ ഒരു ഗണപതിനെ വെച്ചിട്ടുണ്ട്. ഈ ഗണപതി വെപ്പനൊക്കെ അഭിലാഷ് ചേട്ടൻ ഇല്ലേ, നമ്മുടെ മാളിപ്പുറത്തിന്റെ റൈറ്റില്, ചേട്ടന്റെ അച്ഛന്റെ കടയിൽ നിന്നാണ് മേടിച്ചത്. ആ അയ്യപ്പന്, ആ അയ്യപ്പൻ സിനിമയിൽ അഭിനയിച്ചതാ. ആ അയ്യപ്പൻ എന്താണ് അഭിലാഷ് ചേട്ടന്റെ അച്ഛന്റെ കടയിൽ നിന്നുള്ള അയ്യപ്പൻ തന്നെ. പക്ഷെ ഞങ്ങൾ പോയി മേടിച്ചല്ല, അവര് സിനിമയ്ക്ക് വേണ്ടി കൊണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പോയിട്ടാണ് ഇതൊക്കെ വാങ്ങിയത്. അപ്പം ഇനി ഈ കൃഷ്ണനെ എനിക്ക് കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ അമ്പലത്തിന്റെ അടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് കിട്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, റാണിയമ്മയും മോനച്ചനും. റാണിയമ്മയും മോനച്ചനും എന്റെ വീട്ടില് ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് തന്ന കൃഷ്ണനാണ്. ഇപ്രാവശ്യം വിഷുവിന് എനിക്ക് 4 ഉണ്ണിക്കണ്ണന്മാരുണ്ട്. 4 ഒന്നല്ല 4. ഓക്കെ, 4. കൃഷ്ണന്റെ മേളാണ് ഇവിടെ വിഷുവിന്. ഇതാണ് ഡോറ്. ഇവിടെ കുഞ്ഞു ഓട്ടയും പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു ലാമ്പ് പോലെ 2 ഇതൊരു തൂക്കുവിളക്ക്. നമ്മുടെ സാധാരണ നമ്മള് വലിയതൊക്കെയാ കണ്ടിട്ടുള്ള, ഇത് ഭയങ്കര ക്യൂട്ട്. എന്താണ് സാധനങ്ങൾ വെക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ചെയ്ത പരിപാടിയാണ് ശബരിമലയിൽ നിന്നുള്ള ചന്ദനം, ശ്രീ ലളിത സഹസ്രനാമം, പിന്നെ ഒരു രുദ്രാക്ഷം, 2 വിഷ്ണു ഭഗവാന്റെ കല്ല് വാരണാസിന്ന് കൊണ്ടുവന്ന അമ്മമ്മ, പിന്നെ 2 20 രൂപ കോയിൻ. എന്തിനാന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് തുറക്കാം. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മൂകാംബികമ്മേനെയാണ്. പിന്നെ ഇതെനിക്ക് റാണിയമ്മ ഗണപതി. പിന്നെ ഇത് നമ്മുടെ പറക്കാട്ട് റിസോർട്ട്സ് അല്ലേ, പ്രീ തന്ന ഒരു അയ്യപ്പനാണ്, ബ്ലാക്ക് അയ്യപ്പൻ. ആരും കണ്ടിട്ടില്ലല്ലോ ഇത്. പിന്നെ ഇതും എനിക്ക് കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടിയാണ്. കുഞ്ഞു ഗണപതി. അയ്യോ സോറി, ശിവഭഗവാനെ. ശിവലിംഗം വാരണാസിന്ന് കൊണ്ടുവന്നാണ്. പിന്നെ ഒരു മരത്തിന്റെ എന്താണ് വിളക്ക്, ബാബ, പിന്നെ ഒരു എന്താണെന്ന് എനിക്കറിയില്ലത്. അപ്പം ഇതാണ് എന്റെ കുഞ്ഞു പൂജാമുറി. നല്ല കുഞ്ഞു പൂജാമുറി. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഇവിടെ ഒരു ഇത് വാൾപേപ്പർ ഒട്ടിച്ചാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വാൾപേപ്പർ ആണോ? അല്ല, അത് ടൈലാണ്. ഓ, ഇത് ടൈലാണല്ലേ? അപ്പൊ ഇവിടെ ഇത് ടൈല് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ പക്ഷെ വാൾപേപ്പർ ആണ്. നല്ല രസമുണ്ട്. കുറെ വാൾപേപ്പേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്ക് കടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇതും അഭിലാഷ് ചേട്ടന്റെ അച്ഛന്റെ കടയിൽ നിന്ന് മേടിച്ചൊരു റോക്കിംഗ് ചെയറിലിരിക്കുന്ന ഗണപതി ബപ്പ. എന്തോ ഇതൊക്കെയാണ് വായിക്കുന്നത് ആള്. ഇത് എന്റെ വല്യമ്മ എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചൊരു ക്ലോക്കാണ്. അപ്പൊ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലേ? അതെ. ഇവിടെ നിന്നാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? ഇവിടെ നിന്ന് ദേവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും. അപ്പം ഇങ്ങോട്ട് വരുമ്പോ ഫ്രൂട്ട്സ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു പ്ലേ സെന്റർ. നോക്ക്, ഞാനിവിടെ ഇട്ട് നോക്കിക്കോളൂ. ഹായ്, ഇത് ഞാൻ കൊണ്ടോട്ടെ. പിന്നെ എന്റെ കുഞ്ഞു ചപ്പാത്തി റോളിംഗ് സെറ്റ്. ശരിക്കും? അയ്യോ, ഞാൻ ഇത്രയും ചെറുത് കണ്ടിട്ടില്ല. ഉണ്ടാക്കു വന്നിട്ട് ദേവ് ഇതിനകത്താ കഴിക്കാ? സമയം കിട്ടിയില്ല ഇതുവരെ. ഓ, ഇത് നല്ല രസമുണ്ട്. ഇവിടെ അവിടെ ഒരു കൃഷ്ണന്റെ ഇരിപ്പുണ്ട്. ഓ, ഇവിടെ ഒരു വലിയ കൃഷ്ണൻ. ഈ കൃഷ്ണനെ കണ്ടിട്ടുണ്ടാകില്ലല്ലോ. ഇല്ല, ഉരുളിക്കകത്തിരിക്കുന്നല്ലേ? വെണ്ണ തിന്ന ഉണ്ണിക്കണ്ണൻ. അപ്പം 1 2 3 4. ഓക്കെ, ഇപ്പൊ മൊത്തം 4 കൃഷ്ണനെ നമ്മൾ കണ്ടു. പിന്നെ ഇവിടെ ഒരു കപ്പല്. ഇവിടെ സ്നാക്സ് ഒക്കെ ഉണ്ട്. സ്നാക്സ്. പിന്നെ ഇവിടെ ഇത് ഷുഗർ സോൾട്ട് കോഫി ടീ. പിന്നെ ഇത്തിരി ബ്ലൂബെറീസ്. പിന്നെ എയർ ഫ്രയർ, പോപ്കോൺ. പിന്നെ ഫ്രിഡ്ജ്. പിന്നെ ഇവിടെ ഓവനൊക്കെ സെറ്റ് ചെയ്ത്. ഇവിടെ
ഓ ഓക്കെ. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയ വീടുകളിലൊക്കെ ഭയങ്കര ട്രെൻഡിങ്. കാരണം നമ്മൾ സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ അടുക്കള ഭയങ്കരമായിട്ട് ഒതുങ്ങിയിരിക്കും തോന്നുന്നു. എത്ര കാര്യങ്ങളൊന്ന് നോക്ക്. അല്ല ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെറുതെ വെക്കുന്നതിലും ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. യൂസ്ഫുൾ ആയിട്ട്. യെസ്, ഇതിന്റെ ഉള്ളിലെല്ലാം സെറ്റ് ചെയ്ത് അച്ഛൻ ഡിസൈൻ നോക്കി വാങ്ങിയതാണ്. ഓക്കെ. പിന്നെ ഇത് ജസ്റ്റ് ഒരു നോർമൽ കിച്ചൺ ആണ്. പാത്രമൊക്കെ കഴുകി കൊടുക്കും അമ്മയ്ക്ക് ഇടയ്ക്ക്. ഇവിടെ ഒരു പ്ലാന്റ് ഓഫ് കോഴ്സ്. അപ്പം ഇത് ജസ്റ്റ് നമുക്ക് അത്യാവശ്യം വേഗം പാത്രമൊക്കെ കഴുകി കൊടുക്കാൻ. ഓക്കെ. അപ്പൊ ഇവിടെ സോഡ മേക്കർ മിസ്റ്റർ ബട്ട്ലറിന്റെ ഞങ്ങൾ സോഡ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഒരു ബ്ലാക്ക് തീമിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈവൻ ബ്ലാക്ക് ഫാൻ. അതെ, ഫാനും ബ്ലാക്ക് തന്നെയാണ്. നമുക്ക് ഇനി സെക്കൻഡ് കിച്ചണിലേക്ക് കടന്നാലോ? ഓക്കെ, ഇത് ഫസ്റ്റ് കിച്ചൺ ആണ്. ഇനി ഞങ്ങൾ സെക്കൻഡ് കിച്ചണിലേക്ക് പോകും. ഇതാണ് സെക്കൻഡ് കിച്ചൺ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡിഷ് വാഷ് ഇതുണ്ട്. ഇട്ടാ മതില്ലേ? എനിക്ക് ശക്തി ഇല്ല. ഇവിടെ ഞാനും ഇവിടെ മൊത്തം പൊളിക്കും. ഡിഷ് വാഷർ. പിന്നെ ഇത് അമ്മ മേടിച്ചൊരു സാധനമാണ്. അപ്പം ഇതിലോട്ട് എല്ലാ എണ്ണക്കുപ്പിയും വെച്ച് നമുക്കിങ്ങനെ കറക്കി എടുക്കാം. സാധാരണ നമ്മൾ ഈ എണ്ണ എവിടെ വെച്ചാലും അവിടെ ഇത് എന്താണ് പൊള്ളലിനുള്ള മരുന്നാണ്. ഓക്കെ, ഇതിന്റെ പേര് പറഞ്ഞു കൊടുക്ക്. പൊള്ളൽ സംഹാരി ഒറ്റമൂലി തൈലം. ഓക്കെ. പിന്നെ അല്ല, ഇത് ഭയങ്കര നല്ല ഐഡിയ. കാരണം നമ്മൾ എവിടെയൊക്കെ എണ്ണ വെച്ചാലും അവിടെയൊക്കെ ഫുൾ എണ്ണ ആവാറുണ്ട് സാധാരണ. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കറക്കി ഇവിടുന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. മാളികപ്പുറം സിനിമയിലൂടെ ഏറെ ആരാധകരെ നേടിയെടുത്ത ബാലതാരമാണ് ദേവനന്ദ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചുമിടുകി 3.5 വയസ്സ് മുതൽ അഭിനയ ലോകത്ത് സജീവമാണ്. തൊട്ടപ്പൻ എന്ന ചിത്രത്തിൽ തുടങ്ങിയ ദേവനന്ദയുടെ അഭിനയ ജീവിതം മിന്നൽ മുരളി, മൈ സാന്റ, മാളികപ്പുറം, 2018 നെയ്മർ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ വരെ എത്തിക്കഴിഞ്ഞു. ഉണ്ണിമുകുന്ദൻ നായകനായ മാളികപ്പുറത്തിൽ കല്ലു എന്ന കഥാപാത്രത്തെയാണ് ദേവനന്ദ അവതരിപ്പിച്ചത്. ദേവനന്ദയും അച്ഛനും ആനീസ് കിച്ചണിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ദേവനന്ദയുടെ ഹോം ടൂർ ആണ് വൈറലായി മാറുന്നത്. വീട്ടിൽ ഒരു അടിപൊളി തിയേറ്റർ ഉണ്ട്. അതുതന്നെയാണ് ആ വീടിന്റെ ഹൈലൈറ്റും. നമ്മൾ ആ വീട്ടിലെ ഓരോ വീഡിയോകളും കാണുമ്പോൾ അല്ലെങ്കിൽ വീടിനോട്ട് അവതാരിയെ ക്ഷണിക്കുന്നത് ദേവനന്ദയാണ്. ദേവനന്ദ ആ വീടിന്റെ ഓരോ മുക്കും മൂലയും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല വൃത്തിയായി ക്ലീനായി അടുക്കും ചിട്ടയോട് തന്നെയാണ് ഇവർ ആ വീടിനെ കാത്തു സൂക്ഷിക്കുന്നത്. ഒരു ആർക്കിടെക്റ്റും അല്ല ആ വീട് ഡിസൈൻ ചെയ്തത്. ഈ അച്ഛൻ തന്നെയാണ്, ദേവനന്ദയുടെ അച്ഛൻ തന്നെയാണ് ആ വീട് ഡിസൈൻ ചെയ്തതെന്ന് കേൾക്കുമ്പോൾ ആർക്കും ഒരു അത്ഭുതം തോന്നാം. കാരണം അത്രയ്ക്ക് അഡാപ്റ്റബിലിറ്റിയോടെയാണ്, അത്രയ്ക്ക് നല്ല രീതിയിലാണ്, സൗകര്യപ്രദമായ രീതിയിലാണ് ആ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദേവനന്ദയുടെ മുറി നോക്കുമ്പോൾ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഈ വായനാശീലം തന്നെയാണ് ദേവനന്ദ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്തതിന് കാരണം. എവിടെയും തന്നെ അഭിപ്രായങ്ങൾ പറയാനും കൃത്യമായി സംസാരിക്കാനും ദേവനന്ദയ്ക്ക് അറിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ദേവനന്ദയുടെ ഫുൾ കുടുംബവും സപ്പോർട്ടാണ്. തന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഷോർട്ട് ഫിലിമിലേക്ക് വിളി വരുന്നത്. ടോവിനോ ചേട്ടൻ ചാക്കോച്ചന്റെ ഒക്കെ കൂടെയാണ് ആദ്യം അഭിനയിക്കുന്നത്. 3.5 വയസ്സിലാണ് എത്തുന്നത്. സിനിമയുമായി ഒരു ബന്ധവും നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഇല്ലായിരുന്നു. കുഞ്ഞിന്റെ ചിത്രം കണ്ടിട്ട് വിളിച്ചതാണ് എന്നാണ് ദേവനന്ദയുടെ അച്ഛൻ പറഞ്ഞത്. ചെറുതായിരിക്കുമ്പോൾ തന്നെ ക്യാമറ കണ്ടാൽ ഒരു ഇഷ്ടമായിരുന്നു. അതും 6 മാസമുള്ളപ്പോൾ തന്നെ അവൾ അങ്ങനെയായിരുന്നു. കമിഴ്ന്ന് കിടക്കുന്ന പ്രായത്തിൽ തന്നെ അങ്ങനെയാണ്. അന്നേ അവൾക്ക് ഇതിനോടുള്ള ഇഷ്ടം നമ്മൾ തിരിച്ചറിഞ്ഞു. അച്ഛനാണ് ഷൂട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നതെങ്കിലും അമ്മുമ്മയും അമ്മയുടെ ചേച്ചിയും അമ്മയും ഒക്കെ എൻ്റെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് വരാറുണ്ട് എന്നാണ് പറയുന്നത്. അമ്മുമ്മയും അമ്മയുമാണ് എൻ്റെ ബാക്ക് ബോണായി നിൽക്കുന്നത്. സ്കൂളിലെ നോട്ടും കാര്യങ്ങളുമൊക്കെ ഇവർ രണ്ടുപേരുമാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നെ പിറകിൽ നിന്നും പഠിപ്പിക്കുന്നത് ഇവർ രണ്ടാളുമാണ്. നോട്ട്സ് കിട്ടുമ്പോൾ മുതൽ എല്ലാം നോക്കി എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കും. അമ്മയ്ക്ക് ജോലിയുണ്ട്. അച്ഛൻ ബിസിനസ്സായി പോകുമ്പോൾ അമ്മുമ്മയാണ് അപ്പോഴൊക്കെ എല്ലാം നോക്കുന്നത്. അച്ഛനാണ് എൻ്റെ ഓൾ ഇൻ ഓൾ. മാനേജർ, ഡ്രൈവർ ഒക്കെയും അച്ഛൻ തന്നെയാണ്. മുഴുവൻ കുടുംബവും നല്ല സപ്പോർട്ടാണ്. നെയ്മറിന്റെ ഷൂട്ടിംഗ് സമയത്ത് അമ്മയുടെ ചേച്ചിയും അമ്മയുമാണ് കോയമ്പത്തൂർ നിന്നത്. ബുക്സ് ഒക്കെ വാങ്ങി തരുന്നത് ആമിയാണ്. ആമി എന്നാണ് അമ്മയുടെ ചേച്ചിയെ ഞാൻ വിളിക്കുന്നത്. വല്യമ്മ എന്ന വിളിയേക്കാളും ആമി എന്ന് വിളിക്കുന്നതാണ് അവർക്കും ഇഷ്ടം. എന്താണെങ്കിലും ദേവനന്ദയുടെ വീട്ടിലുള്ള അടുക്കും ചിട്ടയും കണ്ട് ആരാധകരും അമ്പരന്നിരിക്കുകയാണ്. ഈ ചെറിയ പെൺകുട്ടി ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ വൃത്തിയായൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. ഓരോ മുറിയും പരിചയപ്പെടുത്തിയ ശേഷം ദേവനന്ദ കൃത്യമായി ലൈറ്റ് ഓഫ് ചെയ്തും എല്ലാം കൃത്യമാണോ എന്നൊക്കെ നോക്കി എല്ലാം വൃത്തിയായിട്ടാണ് ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് പോലും. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരിലും അത്ഭുതമുണ്ടാക്കുകയാണ്.